Hello guys, Assalamualaikum. Welcome back to my YouTube channel. അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആട്ടോ. അപ്പോൾ ഞാൻ കുറേ ആയിരിക്കുന്ന ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണമെന്ന്, പക്ഷേ അത് എനിക്ക് എങ്ങനെ ചെയ്യണം, എവിടുന്ന് തുടങ്ങണമെന്നൊന്നും ഒരു പിടിയൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഇന്ന് എടുക്കാൻ വെച്ചപ്പോൾ ഇന്ന് സൺഡേ ആണ്, ജെയിമിന് സ്കൂളിലൊന്നും ഇല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് തന്നെ എടുക്കാമെന്ന്. വിബുധ എണീറ്റിട്ടുണ്ട്. ഇപ്പം സമയം 8:45. ഒക്കെ പല്ലൊക്കെ തേച്ച് കൊടുക്കണം. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ നമുക്കതൊക്കെ പോകണം. അപ്പോൾ നമുക്ക് ആദ്യം സേബിനെ റെഡി ആക്കിയിട്ട് വരാം, എന്നിട്ട് വീട്ടിലേക്ക് പോകും. അപ്പോൾ സേബു വാഷ്റൂമിൽ പോവുകയാണ്, ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട്, പല്ലൊക്കെ തേക്കാൻ വേണ്ടി കയറാണ്. അപ്പോൾ അവൾ പല്ല് തേച്ച് വരുമ്പോഴത്തേക്കും ഞാൻ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ നമ്മളെ ബെഡൊക്കെ ഒന്ന് നീറ്റാക്കി വിരിച്ചിട്ടേക്കാണ്. ഇനിയിപ്പോൾ അവൾ വരും ചാടി കുത്തി കയറാൻ. അപ്പോഴത്തേക്കും ഞാൻ ഇതൊക്കെ റെഡിയാക്കി വെക്കണം. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം അവൾ പല്ല് തേച്ച് വന്നു. അപ്പോഴത്തേക്ക് ഞാൻ അവളുടെ ഹെയറൊക്കെ ഒന്ന് കെട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സേബുവിന് ഫസ്റ്റ് തന്നെ ബിസ്ക്കറ്റും ചായയാണ് അവൾ കുടിക്കുന്നത്. കാരണം നമ്മൾ ഉറങ്ങി എണീറ്റ് വന്നപാട് ഒരു കാൽ ചായ കൂടി ഉണ്ടല്ലോ, ആ കൂടിയാണ് ഇപ്പോൾ സേബു കുടിക്കുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ഫുഡ് ആയിട്ടില്ല, ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ മെയിനായിട്ട് ചായ കുടിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ അവൾക്ക് ഫുഡേ കൊടുക്കുള്ളൂ. അപ്പോൾ നമുക്കിന്ന് ചായക്ക് ഉപ്പുമാവാട്ടോ. അപ്പോൾ ഉപ്പുമാവിന് ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഒരു മസാല ഉണ്ടാക്കിയെടുക്കും. ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ടിട്ട് ഒരു വാട്ടിയിട്ട് നമ്മളൊരു മസാല ഉണ്ടാക്കിയെടുത്തിട്ട് ഉപ്പുമാവും കൂടി നമ്മൾ ഉണ്ടാക്കിയിട്ട് അത് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഇന്ന് കഴിക്കുന്നത്. അപ്പം നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഉപ്പുമാവിൻ്റെ കൂടെ കറിയോ അതെല്ലാം പഴം അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് ഈ ഒരു മസാല തന്നെ മിക്സ് ആക്കിയാൽ തന്നെ നല്ല ടേസ്റ്റാണ്. അതിൻ്റെ കൂടെ ചിക്കനെയും കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ സൂപ്പർ ടേസ്റ്റിക്കും. അപ്പോൾ പൊളിക്കും. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഏറി പോയിക്കുന്നത്, അതാണ് ഉപ്പുമാവ് ഇങ്ങനെ ഞാൻ സ്പൂൺ കൊണ്ട് തിന്നുന്നത്, വേറെ ഒന്നുമല്ല. പക്ഷേ ടേസ്റ്റ് കുറവൊന്നുമില്ലേനും. പിന്നെ ഞാൻ വേഗം തിരുമ്പി കഴിഞ്ഞ് ഇവിടെ ഒക്കെ ഒന്ന് തൊടിച്ചു. അപ്പോഴത്തേക്കും സേബു റിതുവിൻ്റെ കൂടെ പോയി ചിക്കൻ വാങ്ങി വന്നിട്ടുള്ള വിശേഷം പറയാണ്. അവിടെ അപ്പോൾ ഓക്ക് ചായക്ക് വേണ്ടിയിട്ട് ഇത്താത്തൻ്റെ വീട്ടിൽ നിന്ന് വെള്ളപ്പായം കൊണ്ട് അവിടുന്ന് വെള്ളപ്പവും പാലും കൊണ്ടു തന്നില്ല കേട്ടോ. അപ്പോൾ അവൾ ആദ്യം ഫുഡ് കഴിച്ച് പിന്നെ അവൾ കളിക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ അവൾ എപ്പോഴും ഇത്താത്തൻ്റെ വീട് അടുത്ത് തന്നെ ആയതുകൊണ്ട് അവിടേക്ക് ഇങ്ങനെ എപ്പോഴും പോകും. ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ചായ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം പാത്രങ്ങളൊക്കെ കഴുകി ദീപുവിന് ചായ കൊടുത്തു. ഓള് ചായ കുടിച്ച് താത്തൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. ഇപ്പോൾ ഉച്ചക്കത്തേക്കുള്ള ഉണ്ടാക്കണം. ഉച്ചക്കത്തേക്ക് ഇപ്പോൾ ചിക്കൻ കറി കേട്ടോ ഉച്ചക്കത്തേക്ക്. അപ്പോൾ ചിക്കൻ കറി നെയ്ച്ചോറുമാണ് വെക്കാൻ വിചാരിക്കുന്നത്. ചിലപ്പോൾ നെയ്ച്ചോറ് സാധാ ചോറാവാൻ മതിയോ, അതപ്പത്തെ കൂടെ പോലെ ഞാൻ വെക്കും. അപ്പോൾ ഞാൻ കറി വെക്കാനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചിക്കൻ അവിടെ കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കറി വെക്കുന്ന പരിപാടിയിലേക്ക് പോവാം. അപ്പോഴത്തേക്ക് അതിൻ്റെ അടുക്ക് സേബ് വന്നു. പിന്നെ കൊലായിലിരുന്ന് എന്തൊക്കെയോ കളിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഇവിടെ എൻ്റെ കറിയും അതേപോലെ തന്നെ എൻ്റെ നെയ്ച്ചോറും റെഡിയായി. അത് കഴിഞ്ഞ് ഞാൻ വേഗം പിന്നെ അടിച്ച് വാരാനൊക്കെ പോയി. ഞാൻ റൂം ഫുള്ളും അടിച്ചൊക്കെ വാരി കഴിഞ്ഞ് വന്നതിൻ്റെ ക്ഷീണത്തിൽ തന്നെ ഞാനും സേബും കൂടി ബേക്കിലിരിക്കുകയാണ്. അപ്പോൾ സേബു അവൾക്ക് അവിലൊക്കെ തിന്നാൻ വേണ്ടി ഇഷ്ടമാണ്. അത് കഴിഞ്ഞ് ഞാൻ അവളെ കുളിപ്പിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ ഗൈസ് നമ്മൾ കുളിക്കാൻ പോവാണ്. നമ്മൾ പറയേ ഗായ്സ്, നമ്മൾ കുളിച്ചിട്ട് ഫുഡ് കഴിച്ചിട്ട് സ്ലീപ്പും ചെയ്യും. അങ്ങനെ സേബും ഞാനും ഒക്കെ കുളിച്ച് വന്നതാ. സേബുവിന് ചോറ് കൊടുക്കുകയാണ്. ചോറിൻ്റെ കൂടെ സോയാബീനും തൈരായിട്ടുള്ളത്. അപ്പോൾ ഒക്കെ സോയാബീൻ കിട്ടിയാൽ മാത്രം മതി. ഗൈസ് നമ്മൾ ചോറൊക്കെ തിന്ന് ഇനിയിപ്പോൾ സ്ലീപ്പ് ചെയ്യും. അപ്പോൾ ഗൈസ് നമ്മളിനി ഉറങ്ങിയിട്ട് വരാം. ബൈ. നമുക്ക് ഇവിടെ ഒരു ഹൗസ് വാമിങ് ഉണ്ട്. ഹൗസ് വാമിങ് കഴിഞ്ഞാൽ ഇപ്പച്ചീനെ കൂട്ട പോകണം, എന്നിട്ട് നേരെ കാണാം. അപ്പോൾ സേബുട്ടി പറഞ്ഞ പോലെ തന്നെ നമ്മളിത് ഉറങ്ങിയൊക്കെ എണീറ്റതിന് ശേഷം നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് ഒരു ഹൗസ് വാമിങ്ങിനാണ് കേട്ടോ. നമ്മളുടെ അയൽവാസി തന്നെയാണ്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് ഫുഡ് അടിക്കണം. ഫുഡ് അടിച്ചതിന് ശേഷം നമുക്കൊരിടം വരെ പോകാണ്ട്. അപ്പം നിങ്ങൾ എവിടെ പോകുന്നതെന്നൊക്കെ ഞാൻ പോകുന്ന വഴിക്ക് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി പോയി ഫുഡ് കഴിക്കുന്നത് കാണാം. ഈ ഫുഡ് കഴിക്കുന്ന വീഡിയോ കഷ്ടിച്ചെടുത്തെന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മൾ ഓൾറെഡി ബഫേ ആയതുകൊണ്ട് നമ്മൾ എങ്ങനെയൊക്കെയാണ് കഴിച്ചത്. അങ്ങനെ കഴിച്ച് നമ്മൾ വീട്ടിലെത്തിയപ്പാടത്ത് നമ്മൾ കാറ് കയറി കേട്ടോ. നമ്മളിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എയർപോർട്ടിലേക്കാണ് പോകുന്നത്. അപ്പം ഇത്താത്തൻ്റെ ഹസ്ബൻഡ് അളിയൻ ഇന്ന് വരുന്നുണ്ട്. അപ്പം അളിയനെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ പോകുന്നത്. അപ്പം അതിൻ്റെ സന്തോഷവും എക്സൈറ്റ്മെൻറ്റുമാണ് സേവ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അവൾ ഉപ്പച്ചിയായിട്ട് ഭയങ്കര കൂട്ടാണ്. അളിയനെ ഉപ്പച്ചിന്നാണ് അവൾ വിളിക്കുക. അപ്പോൾ അവൾ ഭയങ്കര ക്ലോസ് ആയിട്ടാണ്. അപ്പം അതിൻ്റെ സന്തോഷം കൂടി ഓളെ ഫേസിലുണ്ട്. അത് നമ്മൾ എത്തുമ്പം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ ഫംഗ്ഷന് പോയി വന്നിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. അപ്പം നമ്മൾ ലേറ്റായി. അളിയൻ എത്തിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു.
അങ്ങനെ നമ്മൾ പെട്ടെന്ന് പോയി. അപ്പോഴത്തേക്കും അളിയന് പുറത്തേക്ക് വന്ന്. അങ്ങനെ നമ്മൾ അളിയനെയും കൂട്ടി കാറിൽ കയറി നമ്മളിതാ വീട്ടിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വഴിക്ക് ഇതാ ഇവിടെ ഒരു ചായൻ്റെ പീടിക കണ്ടപ്പോൾ നമ്മൾ ഇവിടെ ഇറങ്ങി കേട്ടോ. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി നമ്മളിപ്പോൾ ഹൗസ് വാമിങ്ങിന് പോയ സമയത്ത് നമ്മൾ ഫുഡ് കഴിച്ചിട്ടാണ് വന്നത്. അതുകൊണ്ട് പിന്നെ നമ്മൾ ലഘുവായിട്ട് ഇന്ന് ചായ കുടിക്കാറിന് കയറി. പിന്നെ അളിയന് വേണ്ടിയിട്ടുള്ള ഫുഡ് നമ്മൾ വീട്ടിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഹെവി ഫുഡൊന്നുമല്ല, ചെറിയൊരു ചായയും സ്നാക്സും ആണ്. ഇപ്പോൾ നമ്മൾ പഴംപൊരി, അതേപോലെ കട്ട്ലേറ്റ്, ബജി അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങി നമ്മളിപ്പോൾ തിന്നാണ്. ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടുകൊണ്ടാണ് ഇവനിങ്ങനെ തിന്നുന്നത്. അങ്ങനെ നമ്മൾ ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞ് പിന്നെ നമ്മളിതാ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ സൗണ്ട് ഒന്നും കേൾക്കാത്തപ്പോൾ നോക്കിയതാണ്. ഇത് ആള് നല്ല ഉറക്കിലാണ്. ഈ സ്കൂളിൽ പോകുന്നതിനെ കൊണ്ട് നല്ല ക്ഷീണം ഉണ്ടാവും. അതല്ല രാത്രി പെട്ടെന്ന് ഉറക്കുന്നതിനെ കൊണ്ട് തന്നെ അവൾ നല്ല ഉറക്കിലാണ്. വീട്ടിലെത്തുന്നവരെ അവൾ ഉറങ്ങിയതിനു. വീട്ടിലെത്തി നമ്മൾ കാറിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ് അവൾ ഇടിയിച്ചത്. അപ്പോൾ ഫ്രണ്ട്സ്, എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ഇതാ ഇവിടെ കഴിഞ്ഞു. അപ്പോൾ നമ്മളിത് എയർപോർട്ടിലൊക്കെ പോയി ഇപ്പം വന്നിട്ടേ ഉള്ളൂ. ഇനിയിപ്പോൾ ഫ്രഷായിട്ട് കിടന്നുറങ്ങണം. സീബുന് നാളെ സ്കൂളൊക്കെ ഉള്ളതാണ്. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെൽ ബട്ടൺ നോക്കിയിട്ട് ലൈക്ക് ചെയ്യണം. അപ്പോൾ പുതിയ വീഡിയോസ് ആയിട്ട് നമ്മൾ വീണ്ടും വരുമ്പോൾ അതുവരെ ബൈ. ഉറങ്ങാൻ വേണ്ടി പോയാൽ നമ്മൾ പെട്ടി പൊട്ടിക്കാന്ന് പറഞ്ഞ് പിന്നെയും താത്ത വിളിച്ചത്. അപ്പോൾ നമ്മൾ അങ്ങോട്ടൊക്കെ പോയി. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പെട്ടി പൊട്ടിക്കലാണല്ലോ നമുക്ക് പ്രാധാന്യം. അങ്ങനെ പൊട്ടിക്കുന്ന സമയത്താണ് നമ്മൾ ഫസ്റ്റ് ഇതായി ഒരു മക്കഡാമിയ എന്ന് പറഞ്ഞ ഈ സാധനത്തിന് നമ്മൾ കാണുന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ കഴിക്കുന്നത്. അതുകൊണ്ട് ആ എക്സൈറ്റ്മെൻറ്റിലാണ് ഈ ചാവിയൊക്കെ ഇട്ട് തുറക്കുന്നത്. അപ്പോൾ പൊട്ടിച്ചപ്പോഴല്ലേ സംഗതി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ നമ്മൾ അതും കഴിച്ച് കിടന്നുറങ്ങി. ബൈ.